പ്രിയമുള്ളവരെ, വളരെ വിശദമായി എഴുതിയ സംസാരിച്ചു. സമയത്തിന്റെ പരിമിതിക്കകത്ത് നിന്ന് ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കും. ഈ മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് റെസ്ക്യൂ പ്രവർത്തനത്തിന് ആളുകൾ വന്നു. കൂട്ടത്തിൽ റെസ്ക്യൂവിന്റെ കുപ്പായം ഇട്ടിട്ട് കുറെ ആളുകൾ അവര് വന്നതിൽ ബോഡികൾ പെറുക്കിയെടുക്കാനോ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനോ മനുഷ്യജീവന് സഹായകമായ പ്രവർത്തനം നടത്താനോ അല്ല. ആ ദുരന്ത ഭൂമിയിൽ നിന്ന് എന്ത് നിധികുംഭമായി കിട്ടുമെന്ന് തിരയാൻ വന്നവരാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുന്നത്, എന്നാൽ അത് ദുരന്ത മുഖത്ത് തിരയാൻ വന്ന കള്ളന്മാരായിരുന്നു അവരെങ്കിൽ വയനാട്ടിന് ദുരന്തമുണ്ടായപ്പോൾ അന്ന് മുതൽ ഒരു പരിസ്ഥിതിവാദികൾ എന്ന് പറയപ്പെടുന്നവർ സെമിനാറുകൾ ഇങ്ങനെ നടത്തുക. സെമിനാറോ റെസ്ക്യൂ കുപ്പായം വിട്ട് കക്കാൻ വന്നവരുടെ മറ്റൊരു വേർഷനാണ് ഈ പരിസ്ഥിതിവാദികൾ. അവര് വയനാടിനെ തൂക്കി വിൽക്കാൻ നോക്കുക. വയനാടിനെ തൂക്കി വിറ്റ്, അത് നമ്മുടെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ റെസ്ക്യൂയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് സൂചിപ്പിച്ചു, എനിക്ക് മറക്കാൻ പറ്റാത്ത കഴിയാത്ത രണ്ട് മുഖങ്ങൾ ഈ സദസ്സിൽ. അതൊന്ന് പ്രിയപ്പെട്ട ബാബുട്ടാണ്, മറ്റൊന്ന് ജോയിച്ചേട്ട. രണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയ നന്മകളാണ്. എന്നാൽ ഈ പരിസ്ഥിതി പ്രവർത്തകന്മാരായിട്ട് കുറെ ആളെ എയ്യാക്കാനും മെനിഞ്ഞാൻ വരെ വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ ഒരു ബദലുമായി പുറപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഒരൊറ്റ എണ്ണത്തിനെയും നമ്മൾ അവിടെ കണ്ടിട്ടില്ല. നമ്മൾ ചിത്രങ്ങളിലുണ്ട്, അവർ പത്രങ്ങളിലാണ്. നമ്മൾ ചിത്രങ്ങളിലുള്ളപ്പോ അവർ പത്രങ്ങളിൽ ജീവിക്കുകയാണ്. ആ സമയത്ത് സന്ദർഭോചിതമായി പരിസ്ഥിതിവാദികളുടെ കരണത്തടിക്കുന്ന ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ മുക്തകണ്ഠം വയനാടിന് വേണ്ടി ഒരുപാട് ഓർമ്മകൾ. നമുക്കിന്ന് വൈകുന്നേരം 2 മണിക്ക് മുണ്ടക്കൈയിലെ കർഷകരെ കേൾക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സ്, നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മളോട് കരഞ്ഞു. ഞങ്ങൾ ദിവസവും കരയുന്നവർ. 41 ദിവസം പലരും ജനിച്ചു വീണ കളിച്ചു വളർന്ന മണ്ണിലേക്ക് തിരിഞ്ഞു പോയിട്ടില്ല, പോയി നോക്കിയിട്ടില്ല. 40 ആണ്ട് കഴിഞ്ഞപ്പോ, 40 ദിവസം കഴിഞ്ഞപ്പോ ഒരു കർഷകൻ അവരുടെ ഏലത്തോട്ടത്തിലേക്ക് പോയി. അദ്ദേഹം ഏലത്തോട്ടത്തിലേക്ക് പോയി അവിടെ നിന്ന് ബോധരഹിതനായി. കാരണം അദ്ദേഹത്തിന്റെ സമ്പാദ്യം മാത്രമല്ല, അവിടെ വീടുണ്ട് എന്ന് പോലും അറിയില്ല. മുണ്ടക്കൈയിലെ സുഹൃത്തുക്കളെ പോയിട്ട് അവിടെയായിരുന്നു എൻ്റെ വീട്, അവിടെയായിരുന്നു ഞാൻ കളിച്ചു വളർന്നത്, അവിടെ നിന്നാണ് ഞാൻ പന്ത് തട്ടിയത്, അതാണ് എൻ്റെ ഉമ്മൂമ്മയുടെ വീട് എന്ന് പറയുന്ന സാധനം. വീടുകളുടെ ശേഷിപ്പ് പോലും ഇല്ലാത്ത ഒരിടം, ജീവിച്ച മണ്ണിന്റെ ശേഷിപ്പ് പോലും ഇല്ലാത്ത ഒരിടം, ആ ഇടത്തിലേക്ക് പോകുമ്പോൾ അവർ കരയാറുന്നത് എങ്ങനെയാണ്? ഒരുപാട് അനുഭവം. സിദറത്തുൽ മുന്തഹ എന്ന് പറയുന്ന 3 വയസ്സുകാരൻ, അമാനിക എന്ന് പറയുന്ന കൊച്ചു, ജീവിച്ചിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഇന്നും നമുക്കൊരു രോധനമാണ്. ഇന്നലെ മെനിഞ്ഞാന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ, നിങ്ങൾ പലപ്പോഴും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മൾ അവിടെ കൂടിയിരിക്കുന്ന കുറെ ചെറുപ്പക്കാർ, ശേഷിക്കുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ ഒരാൾ ഗൾഫിലേക്ക് വന്നത് ഉപ്പായയുടെയും ഉമ്മായുടെയും മയ്യത്ത് തരയാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു പോകുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല, വിസ പുതുക്കണമെങ്കിൽ പോയേ പറ്റി. അഡ്നോക്കിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളറിയുക, ആ കുട്ടി തിരിച്ചു പോകുമ്പോൾ ഉപ്പയുടെ ബോഡി കിട്ടിയിട്ടില്ല, ഉമ്മയുടെ ശേഷിക്കുന്ന എന്തെങ്കിലും കിട്ടുമോ എന്ന് 40 ദിവസവും ഉറങ്ങാതെ ഉണ്ണാതെ ആ പയ്യൻ ആ മണ്ണിലൂടെ അലഞ്ഞു നടക്കുക. തിരിച്ചദ്ദേഹത്തെ വിമാനം കയറ്റി വിടുമ്പോൾ, എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റൊരാളെ ഈ പൂത്തക്കൊല്ലിയുടെ നമ്മുടെ പുത്തുമലയിലെ ശ്മശാനത്തിലേക്ക് അടക്കം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പോയോ അതേ പ്രതീതിയിൽ ആ കുട്ടിയെ നമ്മൾ പ്രവാസ ലോകത്തിലേക്ക് തിരിച്ചയക്കും. നിങ്ങളൊന്ന് നോക്കൂ, നമ്മൾ ഇന്ന് രാവിലെ വരുമ്പോൾ പറയാൻ വാക്കുകളില്ല. പലപ്പോഴും ഞാൻ യൊക്കെ സ്വാഗതം ഇതുപോലത്തെ വേദികൾ കിട്ടും, ഞങ്ങൾ പറയാറില്ല, കരഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ ഇന്ന് തിരികെ വയനാട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നതല്ലേ, മിഠായി ചോദിച്ചു വരുന്ന കുഞ്ഞുങ്ങളുണ്ടാവില്ല നിങ്ങൾക്ക്?
നിങ്ങളുടെ മക്കളുടെ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അമ്മമാരെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അതുപോലെ ആ രാത്രിയിൽ നാടുറങ്ങുമ്പോൾ മനുഷ്യനിർമ്മിതമല്ല, നാടുറങ്ങുമുണ്ടാകുന്ന ഉരുൾപൊട്ടലിൽ അല്ലെങ്കിൽ മലയിറക്കത്തിൽ ഒലിച്ചുപോയവർ, ഒരു നാട് തന്നെ ഇല്ലാതായി പോയവർ, 17 പേര് നഷ്ടപ്പെട്ട ആളുകൾ, 11 പേർ നഷ്ടപ്പെട്ട ആളുകൾ, വീട്ടിൽ ആരുമില്ലാതെ ശേഷിക്കാതെ കിടക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരു ഭയാനകമായ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും ഒരു സമാന്തരമായി ഒരു ഗവൺമെന്റിനേക്കാൾ ഒരാൾക്ക് എന്ത് വേണോ അതെല്ലാം നമ്മൾ കൊടുത്തു. ജീവനോപാധികൾ നമ്മൾ കൊടുത്തു, കുട്ടികളെ ദത്തെടുത്തു, പഠിക്കാൻ അയച്ചു, നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കി അവിടുത്തെ ചെറുപ്പക്കാരെ നിലനിർത്താൻ, നിങ്ങൾ മുണ്ടക്കൈക്കാരായി ജീവിക്കണം, ആ അർത്ഥത്തിലുള്ള പ്രൊജക്ട് ഉണ്ടാക്കി, വീടുകൾക്ക് തറക്കല്ലിട്ട് തുടങ്ങി, വീടുകൾ നിർമ്മിച്ചു തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത്, ആ മനുഷ്യരെ തിരിച്ചു പിടിക്കാം. അവര് 40 ദിവസം കഴിഞ്ഞപ്പോൾ അവരിന്ന് മേപ്പാടിയിലില്ല, അവർ ചുണ്ടയിലില്ല, അവർ വയനാടിന്റെ ഒന്നാം ബാവലി അതിർത്തിയിൽ അല്ലെങ്കിൽ വടക്കേ അതിർത്തിയിൽ എവിടെയൊക്കെയോ പറിച്ചു നടപ്പെട്ടവർ. അവരിന്ന് അനുഭവിക്കുന്നത് ഒരു അന്യതാബോധമാണ്, ഒരു അപരിചിതത്വമാണ്. അവിടെ ഒരു സംസ്കാരമുണ്ട്, മുണ്ടക്കൈയുടെ ഒരു കൾച്ചർ. ആ മുണ്ടക്കൈയുടെ കൾച്ചർ എന്ന് പറയുന്നത് പാടികളിൽ ജീവിച്ച, ലയങ്ങളിൽ ജീവിച്ച, കൂട്ടുകുടുംബങ്ങളായി ജീവിച്ചവരുടെ കൾച്ചറാണ്. അവർക്കവിടെ ജാതിയില്ല, മതമില്ല. മതമുണ്ടെങ്കിൽ എല്ലാവരുടെയും മതം, ജാതി ഉണ്ടെങ്കിൽ ആ മനുഷ്യരുടെ മൊത്തം ജാതിയാണ്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗം ഇന്ന് അപ്പുറം വീട്ടിലെങ്ങനെ ചായ വെക്കുമ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ തൊട്ടപ്പുറം പോയി വാങ്ങിച്ചു വരുന്ന ഒരു നാടൻ കൾച്ചറുണ്ട്, ഒരു ഗ്രാമീണ സംസ്കാരം. അവരെന്നെ എവിടെയോ പറിച്ചു നടപ്പെട്ടു. അവിടുത്തെ ആളുകളെ പോലും അവർക്കറിയില്ല. അവര് ഇനിയാണ് നമ്മുടെ പണി തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുമ്പിലുള്ള കർഷക സഹോദരങ്ങളോട്, സംഘടനയോട്, എല്ലാ ആളുകളോടും ഒന്നേ പറയാനുള്ളത്, എല്ലാവരും പിരിഞ്ഞു പോകും. ഡൽഹി കർഷക സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, റോട്ടിലിറങ്ങിയാൽ എവിടെയും ഭക്ഷണം ഉണ്ടായിരുന്നു, മാടി വെച്ച് നമുക്ക് ഭക്ഷണം തരുമായിരുന്നു. മേപ്പാടിയിൽ അക്കാലത്ത് വന്നാൽ ആരും പട്ടിണി കിടന്ന് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. വൈറ്റ് കാർഡിന്റെ ഭക്ഷണം ഗവൺമെന്റ് നിഷേധിച്ച അന്നു മുതൽ ഇന്നവരെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ കൂട്ടായ്മക്ക് സാധിച്ചു. ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അന്നം കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്. ഒരുത്തരും മേപ്പാടിയിൽ നിന്ന് വിശന്നു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ നിർത്താം. ഞാൻ പറയുന്നത്, എല്ലാവരും പിരിഞ്ഞു. മേപ്പാടിയിലെ റിലീഫ് സെന്ററുകളൊക്കെ പിരിച്ചുവിട്ടു, ആരുമില്ല, ഇവരെല്ലാവരും പോയി. അപ്പോഴും പോവാതെ അവിടെ നിൽക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിന് നേതൃത്വം കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ ഈ പാവങ്ങളുടെ ജീവിതം അസഹനീയമായി. തൊഴിലിടം പോയി, തൊഴിലില്ല, കൃഷിയിടയില്ല, മണ്ണില്ല, ജീവിക്കാൻ ഒരു വകയുമില്ല, ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ എവിടെയോ ആരോടെ കാരുണ്യത്തിൽ കഴിയുന്ന ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെറിയ റൂമുകളിൽ കഴിയുന്ന അവർ അന്നം മുട്ടുമ്പോൾ അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ ദുരന്ത ഭൂമിയിൽ മാലാഖമാരായി നമ്മൾ അവിടെ പറന്നിറങ്ങേണ്ട ഒരു സാഹചര്യം സംജാതമാവുക. ആ ഘട്ടത്തിൽ നമുക്ക് അവരുടെ കൂടെ ഉണ്ടാവും. രണ്ടാമത്, നമ്മൾ ഇന്ന് മുണ്ടക്കൈക്കാരൊക്കെ എടുക്കും, അവിടുത്തെ മെമ്പർമാർ. അവിടുത്തെ ഒരു മെമ്പർ നൂറുദ്ദീൻ, ചൂരൽമലയിലെ മെമ്പർ എന്ന് പറയുന്ന നൂറുദ്ദീൻ പുത്തുമലയിലെ ഇരയാണ്. അദ്ദേഹം താമസിക്കുന്നത് ഗവൺമെന്റ് കൊടുത്ത വീട്ടിലാണ്. അവിടെ നിന്ന് പോയി ജനപ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. റിസോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ താജ് പോലത്തെ റിസോർട്ടാണ് എന്ന് നിങ്ങൾ ആരും കാണരുത്. ചെറിയൊരു റിസോർട്ട്. ആ റിസോർട്ടിലേക്കാണ് ആ പ്രശ്നം ഉണ്ടായപ്പോ, വിഷയം ഉണ്ടായപ്പോ പല ആളുകളെയും താമസിപ്പിച്ചത്, രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം 24-ലൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ്, ചാനലൊക്കെ കരയും, നാടിന് വേണ്ടി കരയുന്നത് നിങ്ങൾ കേട്ടുകയാണ്. ആ നിലവിളി ലോകം കേട്ടതാണ്. അദ്ദേഹം ഇതിന്റെ ഒരു ഇരയാണ്. അദ്ദേഹം ഒരു ജീവിച്ചിരിക്കുന്ന ഇരയാണ്. ആ ചുറ്റുപാടുമുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഇരകളാണ്. അവരൊക്കെയും നമുക്കിന്ന് അഭിമുഖീകരിക്കേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. അപ്പൊ ആ ദുരന്തത്തിന്റെ വ്യാപ്തിയുമൊക്കെ അവരിൽ നമ്മൾ കേൾക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നിയമപരമായ പോരാട്ടം ഉണ്ടാവും, ഭൂമിക്ക് നഷ്ടപരിഹാരം ഉണ്ടാവും,
തൊഴിലിടം സൃഷ്ടിക്കപ്പെടണം, ചെറുകിട സംരംഭങ്ങൾ ഉണ്ടാവണം, ഒരു നാടിനെ തിരിച്ചു പിടിക്കണം. ഇത് അവർക്ക് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കാം. ആ മനുഷ്യത്വ ബോധം നിങ്ങൾക്കുണ്ടാവണം. ചൂരൽമലയിൽ ഇന്ന് നിർത്തലിച്ചത്, ചൂരൽമലയിൽ ഒരു ജ്വല്ലറി തുണിക്കടയുണ്ട്, ഷാലിമാർ. ഏറ്റവും നല്ല ഒരു തുണിക്കടയാണ്. പിറ്റേ ദിവസം ഷാലിമാറിന്റെ ഉടമ ഞങ്ങളെ മുമ്പിൽ ഒരു തോർത്ത് തുണിക്ക് വേണ്ടി വരുന്ന രംഗം നിങ്ങൾ നാളെ. അമേരിക്കയിൽ 2 കുട്ടികൾ പഠിക്കുക. വയനാട്ടിൽ അറിയപ്പെട്ട ലോയറാണ്. 2 കോടി രൂപയുടെ വീടാണ്. അറിയോ നിങ്ങൾ? ആരാന്റെ അടുക്കളയിൽ അല്ലെങ്കിൽ ആരാന്റെ ഔദാര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പോലും ഇവരെ കാണാൻ കഴിയുന്നില്ല. അല്പം മന്നവുമായി ചെന്നപ്പോൾ അവർക്കറിയാം. അത് കൊടുക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം നിങ്ങൾ അറിയണം. ഒരു നിമിഷം കൊണ്ടാണ് ഈ ധനാട്യർ ദരിദ്രരായി മാറിയത്. അവർ കൊടുത്തു ശീലിച്ചവരാണ്, വാങ്ങി ശീലിച്ച ചെറുപ്പമല്ല അവിടെ. അതൊരു ഔദാര്യവുമല്ല, അവകാശമാണ്. ആ അവകാശത്തിന്റെ മുന്നിൽ നിൽക്കാതെ ഇത്തരം പരിസ്ഥിതി കപടവാദികളെ തുറന്നു കാട്ടുവാനുള്ള ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും.